കഴിഞ്ഞ ദിവസമാണ് നമ്മളെ നടുക്കിയൊരു സംഭവം നടന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം, ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് 4 മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചു പോയി എന്നുള്ളത്. അത് വണ്ടാനം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചു ആലപ്പുഴയിൽ അത് പറ്റിയത് ഭയങ്കര സങ്കടകരമായിട്ട് തോന്നി. അതിനകത്ത് പലരും അതിൻ്റെ ഓണറിനെയും ഒക്കെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞോട്ടെ, തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇവർ ഓടിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ ടവേരയാണ്. ടവേരയ്ക്ക് ബോഡി ക്വാളിറ്റി ഇല്ല, 14 വർഷമായ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നുമല്ല കാരണം. അവരുപയോഗിച്ചിരിക്കുന്ന ടവേരയാണ്. ടവേര എന്ന് പറഞ്ഞാൽ ലാഡർ ഫ്രെയിമിൽ ഉണ്ടാക്കിയൊരു ബൈക്കല്ല കാറാണ്. ലാഡർ ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ട് അതായത് ഫ്രെയിം വേറെ ബോഡി വേറെ, ഇങ്ങനെ 2 സെക്ഷനായിട്ട് ഉണ്ടാക്കിയിട്ട് അടിയിലുള്ള ഫ്രെയിമിലായിരിക്കും എഞ്ചിനും കോമ്പണൻസൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നത്. ബോഡി അതിലോട്ട് ഫിക്സ് ചെയ്യുവാണ്. അതാണ് ലാഡർ ഫ്രെയിം. ഇങ്ങനൊരു ടെക്നോളജി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഗുണം ഇതൊക്കെയാണ്. റിയൽ SUV-യിലെല്ലാം ലാഡർ ഫ്രെയിംസ് ആണ് വരുന്നത്. ഇതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ ഇതിനൊരു ക്രംബിൾ സോൺ കാണാൻ ചാൻസ് കുറവാണ്. ഈ ലാഡർ ഫ്രെയിംസ് കോമൺ ആയിട്ട് ക്രംബിൾ സോൺസ് ഇല്ല കുറഞ്ഞ വണ്ടികളിലൊന്നും. കൂടിയ ഹയർ എൻഡ് ബെൻസിലും ഒക്കെ ക്രംബിൾ സോൺസ് ഉണ്ട്, പക്ഷെ കുറഞ്ഞതിനകത്തൊന്നും ക്രംബിൾ സോൺസ് ഇല്ല. പിന്നെ നമ്മൾ നല്ലൊരു വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ആ സൈഡിലോട്ട് എന്തായാലും പോകും. ഇതുപോലത്തെ 7 സീറ്റർ ടവേര പഴയ സ്കോർപ്പിയോ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. സ്ഥിരം ആക്സിഡൻ്റ് ആയിരുന്നു സ്കോർപ്പിയോ. എൻ്റെ കൊച്ചിലേക്ക് സ്കോർപ്പിയോ വെട്ടിച്ച് മറിഞ്ഞു പോവുക, സ്കോർപ്പിയോ ഇടിച്ച് കയറുക, അങ്ങനെ കുറേ ആക്സിഡൻറ്റ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഈ ലാഡർ ഫ്രെയിമായിരുന്നു. ഇത് ബോഡിയും ഫ്രെയിമും കൂടെ നല്ലൊരു വളച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ച് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഒലച്ച് കളയും. അതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഈ ടവേരയൊക്കെ സ്റ്റിയറിങ് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് അനക്കി നോക്കി അറിയാൻ പറ്റും. നല്ല പ്ലേ വരുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം. നിങ്ങളൊരു ആൾട്ടോ മാത്രം ഉപയോഗിച്ച് ഓടിച്ച് ശീലിച്ച ഒരാളാണെങ്കിൽ ആൾട്ടോ വളയ്ക്കുന്ന പോലെ ഈ ടവേരയൊക്കെ വളച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ആ സൈഡിലോട്ട് പോകും. അതായിരിക്കാം ആ അപകടത്തിന് കാരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അമിത വേഗതയും എന്തായാലും